റൈഫി വിൻസെന്റ് ഗോമസ് കൂടി ചേരുന്നു. റൈഫി, വലിയ സന്തോഷമുള്ള ഒരു വാർത്തയാണ് വരുന്നത്. സഞ്ജുവിന് ഏഷ്യ കപ്പിനുള്ള ടീമിൽ ഇടം നേടാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യം. ഇപ്പോൾ താങ്കൾക്ക് കുറച്ച് സഞ്ജുവിന് അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം KCL കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ പരിശീലകൻ കൂടിയാണ് റൈഫി. അപ്പോൾ സഞ്ജുവിനെ വിളിച്ചിരുന്നോ? എന്താണ് സഞ്ജുവിൻ്റെ ആദ്യ പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. കാരണം ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമ്പാക്റ്റ് ആണ് സഞ്ജു കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇന്ത്യൻ ടീമിനാണെങ്കിലും നമുക്കറിയാം, രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ഒരുപാട് വർഷമായിട്ട് സഞ്ജു ആ ഫ്രാഞ്ചൈസിയുടെ ഒപ്പമുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു പ്ലെയർ ഇതുപോലെ ഇത്ര മികച്ച രീതിയിൽ ഇത്ര മികച്ച പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിൽക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുപാട് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. മാത്രമല്ല ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരുപാട് പേരെയാണ് സഞ്ജു ഇത്രയും കാലം കൊണ്ട് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ആ ഒരു ജേർണി വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് സന്തോഷം തന്നെയാണ്, ഒരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം സൗഹൃദ മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറിയൊക്കെ നേടി ഈ IPL ശേഷമുള്ള ആ ഗ്യാപ്പ് ഒന്നും വലിയ തരത്തിൽ തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല എന്ന തരത്തിൽ തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സന്നാഹ മത്സരത്തിലെ KCL സന്നാഹ മത്സരത്തിലെ ഒരു അർദ്ധ സെഞ്ചുറിയൊക്കെ. തീർച്ചയായിട്ടും അത് നമുക്ക് കൃത്യമായിട്ട് കാണാം. കാരണം അവിടെ അന്ന് ആ ഒരു മാച്ചിൽ ആ ഒരു 50 നേടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ഒരു മാച്ച് കാണാൻ വന്ന എല്ലാവരും ആ ഗെയിം വളരെയധികം എൻജോയ് ചെയ്തു എന്ന് വേണം പറയാൻ. അതിനെക്കാട്ടുമൊക്കെ ഉപരി രണ്ടാമതായിരുന്നു സഞ്ജു കളിച്ച ടീമിന്റെ ആ ഒരു ബാറ്റിംഗ്. എന്നാൽ പോലും അവസാനം ആ മാച്ച് തീരുന്നവരെ സഞ്ജുവിന്റെ ആ ഒരു ബാറ്റിംഗ് കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്തു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കളി കാണാൻ. അപ്പൊ എത്രത്തോളമാണ് ആ ഒരു ഇമ്പാക്ട് സഞ്ജു കൊണ്ടുവരുന്നത് നമുക്കറിയാം. മാത്രമല്ല വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം മികച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു. അതിന്റെയൊക്കെ ആ ഒരു അടിസ്ഥാനമാണ് നമുക്ക് സഞ്ജുവിൽ നിന്ന് മികച്ച പ്രകടനങ്ങൾ എപ്പോഴും കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം നമുക്കറിയാം, T20 നേടിയ ആ സെഞ്ചുറികളൊക്കെ മാച്ച് വിന്നിംഗ് നോക്സ്, പിന്നെ കൂടാതെ ഒരു ഓവറിൽ 5 6 അടിക്കുന്നു, വൺ ഡേയിൽ മികച്ച പ്രകടനം. അപ്പൊ ഇത്ര മികച്ച രീതിയിൽ വലിയ ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കി ആ ഒരു പ്രകടനം നടത്തുമ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും സഞ്ജുവിനെ പോലെയുള്ള ഒരു മാച്ച് വിന്നർ ആവശ്യം തന്നെയാണ്. റൈഫി, അതുപോലെ തന്നെ കോച്ച് നേരത്തിൽ ഒരു ചോദ്യം കൂടി, അതായത് ഈ സഞ്ജു ഈ KCL വേണ്ടിയുള്ള തയ്യാറെടുപ്പിനൊപ്പം തന്നെ ഏഷ്യ കപ്പിനുമായി തയ്യാറെടുക്കുന്നു. അതിനുവേണ്ടി ഈ ടീമിനൊപ്പമുള്ള പരിശീലനത്തിന് പുറമെ അദ്ദേഹം പരിശീലിക്കുന്ന ചില ഫോട്ടോകളൊക്കെ തന്നെ വന്നിരുന്നു. എന്തായാലും കോച്ച് എന്ന തരത്തിൽ താങ്കൾക്കും വലിയ സന്തോഷം, അഭിമാനം നൽകുന്ന ഒരു നിമിഷമാണ്. ഒരു സംശയമില്ല. കാരണം ഒരുപാട് വളരെ അടുത്ത് തന്നെ ക്ലോസ് ആയിട്ട് ഒരുപാട് വർഷങ്ങൾ, പ്രത്യേകിച്ച് ആസ് എ പ്ലെയർ ഒരുമിച്ച് കളിച്ചു തുടങ്ങുന്ന സമയം, അതിനുശേഷം ഒരുപാട് വർഷം സഞ്ജുവിനെ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. സഞ്ജുവിന്റെ ആ ഒരു ഗെയിമും ഒക്കെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജേർണി, ആ ഒരു യാത്രയാണ് ഇവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ആ ഒരു ഡ്രസ്സിംഗ് റൂം എൻവയൺമെന്റ് ആണെങ്കിലും മാനേജ്മെന്റും ഒക്കെ വളരെ ഹാപ്പിയാണ്. കാരണം അതുപോലെ ഒരു മികച്ച ന്യൂസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്, ഏഷ്യ കപ്പിലേക്കുള്ള ഈ ഒരു സെലക്ഷൻ. പക്ഷേ ചെറിയ സങ്കടം ചിലപ്പോൾ ടീമിന് ഉണ്ടായേക്കാവുന്ന, സഞ്ജു ചിലപ്പോൾ ഏഷ്യ കപ്പിനുള്ള ടീമിനൊപ്പം ചേരാൻ നേരത്തെ പോകേണ്ടി വരുമോ എന്ന തരത്തിലൊരു സങ്കടം കൂടി ചിലപ്പോൾ കോച്ച് നേരത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ ഈ ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്, സഞ്ജു എവിടെ പോയാലും കൊണ്ടുവരുന്ന ഒരു വലിയ എന്താണ് പറയുക, നമുക്ക് ആ ഒരു ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഡ്രസ്സിംഗ് റൂമിലാണെങ്കിലും ബാക്കി എല്ലാ പ്ലേയേഴ്സിനെയും വളരെയധികം മോട്ടിവേറ്റ് ചെയ്താണ് സഞ്ജു നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ടീമിന്റെ ആ ഒരു പ്രിപ്പറേഷൻ ക്യാമ്പിലൊക്കെ സഞ്ജു പാർട്ടായിരുന്നു. അപ്പൊ സഞ്ജു ആ ഒരു ക്യാമ്പിൽ വരുമ്പോൾ തന്നെ ബാക്കി എല്ലാവരും വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് ഈ ഒരു ടൂർണമെന്റ് കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും സഞ്ജു ആ ഒരു സമയത്ത് ഏഷ്യ കപ്പിന് പോകുമ്പോൾ അത് വലിയൊരു മിസ് തന്നെ ആയിരിക്കും നമുക്ക്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണിത്. ഓക്കെ, ഒപ്പം തന്നെ സഞ്ജു സമീപകാലത്തൊക്കെ തന്നെ ഏതൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴും പെട്ടെന്ന് പോയി പരിശീലിക്കുന്നത് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ദുബായിലായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ക്യാമ്പിലൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ മത്സരം നടക്കാൻ പോകുന്നത്, ഏഷ്യ കപ്പ് നടക്കാൻ പോകുന്നതും UAE തന്നെയാണ്. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ആശങ്കയില്ലാതെ പോയി കളിക്കാം എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അത്. ഏകദേശം സഞ്ജുവിന്റെ ആ ഒരു ഹോം ഗ്രൗണ്ട് എന്ന് തന്നെ പറയാം. കാരണം ദുബായിലും ഒരുപാട് പരിശീലനം സഞ്ജു നടത്താറുണ്ട്. കൂടാതെ ഇപ്പോൾ ഒരു 2-3 ആഴ്ച മുൻപാണെങ്കിൽ തന്നെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മോടൊപ്പം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ കൃത്യമായ ആ ഒരു തയ്യാറെടുപ്പ് സഞ്ജു നടത്തിയിരിക്കുന്നു. എന്താണ് സഞ്ജുവിന് പോകുന്നതിന് മുമ്പുള്ള ഒരു ഉപദേശം എന്തായിരിക്കും? സഞ്ജുവിന് കൃത്യമായിട്ട് അറിയാം അവിടെ പോയിട്ട് എന്താണ് ചെയ്യുന്നത്. ഇനി നമ്മളൊക്കെ എന്ത് ഉപദേശമാണ് കൊടുക്കേണ്ടല്ലേ, നമുക്കൊക്കെ ആസ്വദിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും നോക്കണ്ട വിളിച്ചടിച്ചേക്ക് എന്നുള്ളതായിരുന്നു സഞ്ജു ഇനാഗുറേഷനിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ സഞ്ജുവിന്റെ ഫിയർലെസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് തന്നെ നമുക്ക് കണ്ടേക്കാം. അതെ, ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതി, കാരണം ക്രിക്കറ്റ് കളി അത്ര സിമ്പിൾ ആയിട്ട് കാണുന്ന രീതി തന്നെയാണ്. കാരണം ഇതൊരു ഗെയിം കൂടെയാണല്ലോ, നമ്മൾ ആ ഒരു ഗെയിമിലേക്കുള്ള ഒരു എൻജോയ്മെന്റും കൂടെ അതിൽ നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്ര സിമ്പിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നു, എന്നാൽ കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. അതാണ് സഞ്ജുവിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ, നന്ദി റൈഫി. എന്തായാലും വലിയ അഭിമാനമുള്ള നിമിഷമാണ്. താങ്കൾക്കൊരു സുഹൃത്ത് എന്ന നിലയിൽ, പരിശീലകൻ എന്ന നിലയിൽ തരത്തിലും താങ്കൾക്ക് കുറച്ചുകൂടി അത് കുറച്ച് അഭിമാനമുള്ള ഒരു നിമിഷം തന്നെ. എന്തായാലും മലയാളികൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് BCCI സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്നത്.